ഓക്കെ. അപ്പോൾ എന്താണ് നമ്മളെ പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും എന്താണ് ഇപ്പോൾ വേൾഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരും നമുക്കറിയാം. എലോൺ മസ്ക് ഉണ്ട്, മാർക്ക് സഗർബർഗ്, മെനി അതേഴ്സ്. ഐ കാൺ ജസ്റ്റ് നെയിം സം പീപ്പിൾ ലൈക്ക് ദാറ്റ്. കാരണം കുറേ ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇവരെല്ലാവരും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇറ്റ്സ് കോൾഡ് പോസിറ്റീവ് സെൽഫ് എഫർമേഷൻസ്. അപ്പോൾ എന്താണ് ഈ പോസിറ്റീവ് സെൽഫ് എഫർമേഷൻസ് എന്ന് പറയുന്ന മുമ്പ് ആദ്യം നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഗെറ്റ് ടു നോ അബൌട്ട് ദ 3 ടൈപ്സ് ഓഫ് ബ്രെയിൻ. നമ്മളെ ആകെ ഒരു ബ്രെയിനിലും, പക്ഷേ ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ 3 തരം ടൈപ്സ് ഓഫ് ബ്രെയിൻ ഉണ്ട്. ദ അൺകോൺഷ്യസ് മൈൻഡ്, ദ കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഇറ്റ്സ് കൈൻഡ് ഓഫ് റിലേറ്റഡ് ടു എ സെൽഫ് ടോക്ക്. നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേങ്കിൽ ഏതെങ്കിലുമൊക്കെ നോർമലായിട്ട് സംസാരിക്കുന്നവരല്ല, ഒരു പ്രത്യേകം ഇറ്റ് ഇസ് ഡിസൈൻ ഇൻ എ പെർട്ടിക്കുലർ വേ so that the subconscious mind gets activated. Really, I have read this book called The Power of Your Subconscious Mind by the Dr. Joseph Murphy. Man, it's one of the best books in the category of psychology. They say it's the legendary, it's one of the best. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന കാറ്റഗറിയിലെ ഇന്നേവരിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും കാതലായിട്ടുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയർ ആൻഡ് സൈക്കോളജിയിൽ അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ബുക്കാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ സെൽഫ് എഫർമേഷൻസ് ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആവുന്നു? ഇപ്പം നമ്മളെ ലൈഫിൽ പല ആൾക്കാരും നമ്മളെ തളർത്തുന്നുണ്ടോ? ഇപ്പോൾ അല്ലെ പലപ്പോഴും നമ്മളെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ തളർന്നു പോകുന്നുണ്ടാവും. നമ്മൾ എത്ര ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്നെ കൊണ്ട് ഇത് പറ്റൂല, ഞാൻ ഭയങ്കര ലൈഫിൽ ഭയങ്കര ഫെയിലിയറാണ്, എന്നെ കൊണ്ട് ഇത് നടക്കൊന്നും തോന്നില്ല, ഇത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. സോ യു ആർ ട്രൈങ് ടു ഫീഡ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വിത്ത് ദോസ് കൈൻഡ് ഓഫ് തോട്ട്സ്. അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറയുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡോട് ആക്റ്റീവ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്നെ കൊണ്ട് ഇത് പറ്റൂലെങ്കിൽ ഓക്കെ, ഇത് എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ ഗോൾസ് എഴുതിയതിനെ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ന്യൂ ഇയർ റെസൊല്യൂഷൻ എഴുതിനെ കൊണ്ടോ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്നതിനെ കൊണ്ട് കാര്യമില്ല. ഇഫ് യുവർ ബ്രെയിൻ ഡസൻ, ഇഫ് യുവർ സബ് കോൺഷ്യസ് ബ്രെയിൻ ഡസൻ ബിലീവ് യു ആൻഡ് യു ആർ ഇൻ ബിഗ് ട്രബിൾ. അപ്പോൾ ഈ നെഗറ്റീവായിട്ട് നമ്മളോട് തന്നെ പറയും. നമുക്ക് ഭയങ്കര ഹാംലെസ് ആയിട്ട് തോന്നും, ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് തോന്നും. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഏതൊരാളും ലോകത്തിൽ ഇതെല്ലാം ഇങ്ങനെ പറയുന്നതായിരിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, അതിൽ വ്യത്യാസമുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അവരെ പറ്റിയിട്ട് ഇനിയിപ്പോൾ അവർ എത്ര മോശം അവസ്ഥയിലായിക്കോട്ടെ ഒരിക്കലും അവരെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് പറയില്ല. ഞാൻ ഭയങ്കര കഷ്ടതയിലാണ്, എന്നെ കൊണ്ട് ഇതൊന്നും ഇനി നടക്കൂല, ഞാൻ എൻ്റെ ലൈഫെല്ലാം തകർന്നു പോയി. നെവർ സേ ലൈക്ക് ദാറ്റ്. ഇഫ് ദ സംതിങ് കംസ് ഔട്ട് ഓഫ് ദർ മൗത്ത്, ഇറ്റ്സ് ഓൺലി പോസിറ്റിവിറ്റി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദേ ഡോണ്ട് അക്നോളജ് നെഗറ്റിവിറ്റി. പക്ഷെ അത് നമ്മളത് ഈ പറഞ്ഞ വി നോ ഹൗ ടു അക്സെപ്റ്റ് ദാറ്റ് നെഗറ്റിവിറ്റി, ബട്ട് ഇൻ അവർ ആക്ഷൻ ആൻഡ് അവർ എക്സ്പ്രഷൻ വി ഷോ ദ പോസിറ്റിവിറ്റി. ഇതെങ്ങനെ ആക്ച്വലി വർക്ക് വന്നത്? ഈ പറഞ്ഞ ഒരു സെൽഫ് എഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് നമ്മളെ പറയണം. അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ആക്ടിവേറ്റ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനങ്ങനെ ശരി തെറ്റൊന്നുമില്ല. ഐ എം റിയലി സോറി ടു സേ ദാറ്റ്, ബട്ട് ഇറ്റ്സ് ട്രൂ. ഇനിയിങ്ങനെ തിങ്കിങ് ഞാൻ പറഞ്ഞിട്ട് എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ യോഗേൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, തിങ്കിങ് ബ്രെയിൻ ഉണ്ട്, ഫീലിംഗ് ബ്രെയിൻ ഉണ്ട്. ഫീലിംഗ് ബ്രെയിനിലാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് വരുന്നത്. അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ചിട്ട് എന്ന് പറയേണ്ടത് അവിടെ ഇത് ശരിയാണ് അല്ല എന്ന് പറയേണ്ടത് അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് ആലോചിക്കാനില്ല. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ പറയുന്നത് ഇതെന്നെ കൊണ്ട് ഇനി ഒരിക്കലും പറ്റൂല, ഞാൻ ഭയങ്കര ഫെയിലിയറാണ്. പക്ഷേങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് ലോജിക്ക് പരമായിട്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനത്തെ ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട കഴിവായിരിക്കില്ല സബ് കോൺഷ്യസ് മൈൻഡില്ല. അതെൻ്റെ ആക്ച്വലി ലിമിറ്റേഷനാണ്. നമ്മൾ എന്താണോ പറയുന്നത് അത് സബ് കോൺഷ്യസ് മൈൻഡ് അതേപോലെ തന്നെ അങ്ങ് വിശ്വസിക്കും. ഇറ്റ് വിൽ ജസ്റ്റ് ബിലീവ് വാട്ട് വി സേ. വി ആർ ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ എന്താണോ പറയുന്നത് അത് മാത്രമേ അത് അനുസരിക്കാൻ പോകുന്നുള്ളൂ. എന്നാ മിണ്ടാതെ ഓക്കെ, ഈ നിങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾ പറയുന്ന ഇനി മുതൽ അനുസരിക്കുക. അപ്പം നമ്മളെ പറയുന്ന പ്രവൃത്തിയിൽ അത് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരു കാര്യം തുടങ്ങുന്നപ്പോൾ ഓൾറെഡി മൈൻഡിൽ ഉണ്ട്, ഞാൻ എന്നാ പറയേണ്ടത് ഭയങ്കര ഫെയിലിയറാണ്, എന്നെ കൊണ്ട് ഇത് പറ്റൂല. അങ്ങനെ അപ്പോൾ സംഭവം. അപ്പോൾ ഒരിക്കലും അത് നമുക്ക് ചെയ്യാനും പറ്റില്ല, ഇമ്പോസിബിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇതിങ്ങനെ പോസിബിൾ ആവുന്നത് ഹൗ ഡസ് സെൽഫ് എഫർമേഷൻ ഹെൽപ്സ്? ഈ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാ സമയത്തും ആക്റ്റീവ് അല്ല, വളരെ 2 നേരത്താണ് ആക്റ്റീവ്. 2 moments. ഒന്ന്, നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപത്തെ ഒരു സമയമോ ഒരു 30 minutes, നിങ്ങൾ എണീച്ച പാടില്ല ഒരു 30 minutes. ഈ ടൈമിൽ ദ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ ലിസൺ ടു യു. അന്നേരം അത് മോസ്റ്റ് ആക്റ്റീവ് ആണ്. അപ്പോൾ നിങ്ങളെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അന്നേരത്തായിരിക്കും നമ്മളെപ്പോഴും ആലോചിച്ച് നമ്മളിപ്പോൾ ഉറങ്ങിയ നേരത്തായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുക,
എടാ ഇന്നത്തെ ദിവസം ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇന്ന് എന്തൊക്കെയല്ലോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എല്ലാം മൂഞ്ചലായി, അവസ്ഥയായി, എല്ലാം ഫെയിലിയറായി. അന്നേരം എന്താ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്താണ് അതേ അതപ്പോഴത്തേക്ക് നമ്മളെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ, അപ്പോൾ എന്താ ഈ സ്ലീപ്പിൻ്റെ ഇടക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ജു 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ രാവിലെ എണീച്ചിട്ട് വീണ്ടും അതേ ഒരു എന്താണ് എനർജി കുറവോട് കൂടിയിട്ട് വീണ്ടും എണീക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നതാടാ ഇന്നത്തെ ദിവസം പോക്കായിരിക്കും, ഇന്നലെ എന്തായാലും അലാക്കിൻ്റെ ഒരു ദിവസം ഇന്ന് അതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചിട്ട് പറയുന്ന ഇത് പോവും. സബ് കോൺഷ്യസ് മൈൻഡ് ബ്ലാസ്റ്റഡ്. ഇതെങ്ങനെയാണ് ഇത് തിരുത്തുക? ഇതിൻ്റെ അടുക്കാണ് നമ്മൾ കുറച്ച് സെൽഫ് എഫർമേഷൻ ടോക്സ് വളരെ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുക. ലൈക്കിനോ നമുക്കിപ്പോൾ വി ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ. ലൈക്കിനോ എന്ന് പറയേണ്ടത് എനിക്കിപ്പം കിട്ടുന്ന എന്താ, എനിക്ക് കിട്ടാത്ത നമ്മളിപ്പോൾ എപ്പോഴും എന്ന് പറയുക കാര്യന്നത് എനിക്ക് അതില്ല, ഇതില്ല, എനിക്ക് ആ പറയുന്ന ഡ്രസ്സ് കിട്ടുന്നില്ല, ആ പറയുന്ന മറ്റേ ഈ പറഞ്ഞതാണ് ഐഫോൺ കിട്ടുന്നില്ല. മാൻ ലെറ്റ് മീ ടെൽ യു വൺ ട്രൂത്ത്. ഇങ്ങനെ എന്താണ് ടു ബി ഏബിൾ ടു ലിവ്, ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതാണ് ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. മാൻ മെനി പീപ്പിൾ ഡോണ്ട് ഹാവ് ദാറ്റ് ഈവൺ ബേസിക് എന്താണ് ഫ്രീഡം പോലും അവർക്കില്ല. പല ആൾക്കാരും നമ്മൾ പോലും അറിയാണ്ട് ദേ ആർ ഗെറ്റിംഗ് കിൽഡ്. ഗാസയിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്താ സംഭവിക്കുന്നില്ല, പിഞ്ച് കുഞ്ഞുങ്ങളെയാണ് എന്താണ് ദേ ആർ ഗെറ്റിംഗ് കിൽഡ് ആൻഡ് ഇഞ്ചേർഡ്. അപ്പോൾ നമുക്കൊരു ആക്ച്വലി ഭാഗ്യം, നമ്മൾ വി ആർ ലിവിങ് ഇൻ എ വെരി കംഫർട്ടബിൾ പ്ലേസ് ഇൻ അവർ സോഫ. ഞാൻ പോലും ഇപ്പോൾ സോഫയിൽ ഇരുന്നിട്ടില്ല, ഐ എം വെരി കംഫർട്ടബിൾ ഇൻ മൈ പ്ലേസ്, നോബഡി ഈസ് ദെയർ ടു ഹാം മീ ഓർ അറ്റാക്ക് മീ. അപ്പോൾ ഇതുകൊണ്ട് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, നമ്മൾ അപ്പോൾ എന്താ വി ആർ നോട്ട് ഏബിൾ ടു റിയലൈസ് എന്താണ് ഗ്രേറ്റ്ഫുൾ മൊമെന്റ്സ് ഓഫ് ലൈഫ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ പറ്റിയിട്ട് ആലോചിക്കുക. നമുക്ക് എന്താണ് അത്യാവശ്യത്തിന് കഴിക്കാൻ ഫുഡ് ഉണ്ട്, അത്യാവശ്യത്തിന് ഇടാൻ ഡ്രസ്സ് ഉണ്ട്. എന്താണ് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. ഇത് തന്നെ ഇതൊന്നും എന്താണ് നമുക്ക് അത്യാവശ്യത്തിന് കുടിക്കാൻ വെള്ളമുണ്ട്, എന്താ പറയുക സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്, മറ്റേ എന്താ പറയുക അത്യാവശ്യം ഇനി ഐഫോൺ ഇല്ലെങ്കിലും നോർമലായിട്ട് ഇതേപോലത്തെ ഒരു ഫോൺ ഉണ്ട് കയ്യിൽ, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം നോക്കാനും. എത്ര ആൾക്കാർ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് സമയം പോകുന്നുണ്ട്, അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. പക്ഷെ എപ്പോഴും കാര്യം എനിക്ക് ഐഫോൺ ഇല്ല എന്നും പറഞ്ഞിട്ട്, എനിക്ക് ഐഫോൺ വേണമെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ ലൈഫിൽ ഇങ്ങനത്തെ കുറേ ഇതിന്റെ പകുതി പോലും ഇല്ലാത്ത പല ആൾക്കാർ നമ്മൾക്ക് ഇടയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആവുന്നത്, നമ്മൾ ആക്ച്വലി എന്താ പറയുക രാവിലെ തുടങ്ങുന്നേരം തന്നെ പറയാം ഐ എം ഗ്രേറ്റ്ഫുൾ എന്താണ് ഫോർ വാട്ട് ഐ ഹാവ്. എനിക്ക് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഞാൻ എന്താണ് കൃതാർത്ഥനാണ്. ഐ മീൻ ഇൻഡെപ്റ്റ് ടു ദാറ്റ്. എനിക്ക് അതിനോടൊക്കെ നന്ദിയുണ്ട്. ഫോർ മൈ ഓൺ എക്സിസ്റ്റൻസ് ഓൺ ദിസ് പ്ലാനറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ലിറ്ററലി വി സേ ഓൺ അവർ ബർത്ത്ഡേസ് വി ഡോണ്ട് ഗെറ്റ് ഈ പറഞ്ഞ എന്താണ് നമ്മളെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുക. ഐ വുഡ് സേ നമ്മൾ ജീവിക്കുന്നത് അവർ ഓൺ എക്സിസ്റ്റൻസ് ഇസ് ദ ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് യു കൻ എവർ ഗെറ്റ് ഇൻ ദിസ് വേൾഡ്. അതിലും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും ഇനി ആർക്കും തരാൻ പറ്റുന്നില്ല. മാൻ ദർ ഇസ് നത്തിങ് ഇമ്പോർട്ടൻറ്റ് ദൻ ദിസ് ലൈഫ്. ഇറ്റ്സ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ എനിത്തിങ് ഓൾ ദ മെറ്റീരിയലിസ്റ്റിക് സ്റ്റഫ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ഇതാണ് ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് എന്തെല്ലാം ലൈഫിൽ ഇപ്പോൾ ഉണ്ടോ, എന്താണ് വാട്ട് യു ഹാവ് ബി ദ കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നോട്ട് വാണ്ടിങ് മോർ തിങ്സ് ബട്ട് ഓൾറെഡി ലിവിങ് ഹാപ്പിലി വിത്ത് ഓൾറെഡി ദ തിങ്സ് ദാറ്റ് യു ഹാവ്. എന്തെല്ലാം നിങ്ങളിപ്പം കയ്യിലില്ലത് അത് വെച്ചിട്ട് സന്തോഷിക്കുക. എന്താണ് ബി ഹാപ്പി വിത്ത് ദ തിങ്സ് ദാറ്റ് യു കറന്റ്ലി ഹാവ്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ അതിങ്ങനെ അതായത് കുറച്ച് സെൽഫ് എഫർമേഷൻ ടോക്ക് നിങ്ങൾ ഓഡിയോ തന്നെ നിങ്ങൾ കേൾക്കും, മറ്റൊരാളെ കേൾപ്പിക്കേണ്ടിയിട്ട് ബോധ്യപ്പെടുന്നില്ല. നിങ്ങൾ ഓടി നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക കേൾക്കുക, എന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് നിങ്ങൾ ഇടയ്ക്കെടുക്കുക. അതായത് രാത്രി ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് രാവിലെ എണീച്ചാടും അത് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ ചെയ്തു വെച്ച ഒരു സംഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതെൻ്റെ ഇവിടെ ഞാൻ യൂട്യൂബിൽ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും, അത് ആർക്കും കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ എനിക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരാം. ഞാൻ എന്താണ് ഈ സെൽഫ് എഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊന്ന് കേട്ടോക്ക്. My name is Suryakiran CC and I never give up. In my mind, I'm always the best. Whatever the people say or think, in my mind, I'm always going to be the best. Nobody can stop me. Stay hard. ഓക്കെ, ഇതാണ് ഞാൻ ആക്ച്വലി സെൽഫ് എഫർമേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്കിപ്പം തോന്നുന്നു എടാ എൻ്റെ വോയിസ് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലല്ലോ, പക്ഷേ ഇത് ആ അൺകംഫർട്ടബിൾനെസ് തോന്നണം. നമ്മളെ വോയിസ് നമ്മൾ തന്നെ കേൾക്കണം. എന്താണ് നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ മാത്രമല്ല, നമ്മളെ വോയിസിലേക്ക് നമ്മൾ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് വി ഹാവ് ടു ഇവാലുവേറ്റ് അവർ സെൽസ്. ഐ എവറി ഡേ ലുക്ക് ഇൻ ദ മിറർ ആൻഡ് ഓക്കെ സേ സൂര്യകിരൺ CC ഹൗ ആർ യു സൂര്യകിരൺ CC. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ജസ്റ്റ് ഡു സം സെൽഫ് ടോക്ക്. അപ്പോൾ ഇതേപോലത്തെ എന്താണ് ഞാനിപ്പോൾ ആക്ച്വലി വർക്കൗട്ട് അല്ല, അതായത് ഞാനിപ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കുറച്ചൊരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാറുണ്ട് നമ്മളെ ലോവർ ബോഡിക്ക് വേണ്ടിയിട്ട്. അന്നേരം ഞാൻ ഈ സാധനം എന്താണ് ഇതിപ്പോൾ യൂട്യൂബ് വീഡിയോയിലുള്ളത് ഞാൻ ഇതിങ്ങനെ ലൂപ്പ് മോഡിലിട്ടിട്ട് ഇങ്ങനെ ഇതാകെ ഒരു 15 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ
അല്ല സോറി, ഒരു 20 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച 1 മിനിറ്റ് കൊണ്ട് അപ്പോൾ 3 പ്രാവശ്യം വെച്ചിട്ടാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ലൂപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരേ സാധനം തന്നെ റിപ്പീറ്റ് അടിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3x10, അപ്പോൾ ഞാൻ 30 പ്രാവശ്യം അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട്, ഓക്കെ സൂര്യകിരൺ സി സി, യെസ് മാൻ യു ആർ ദ ബെസ്റ്റ്. എന്താണ് ഇൻ മൈ മൈൻഡ് ഐ എം ഓൾവേസ് ദ ബെസ്റ്റ്. കൈൻഡ് ഓഫ് ദ പീപ്പിൾ സേ ഡസൻറ്റ് മാറ്റർ, യു ആർ ഓൾവേസ് ഗോണ ബി ദ ബെസ്റ്റ്, നോബഡി ക്യാൻ സ്റ്റോപ്പ് മീ, സ്റ്റേ ഹാർഡ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എന്താണ് ഈ പറഞ്ഞ ഐ ഫീൽ ഓക്കെ സൂര്യകിരൺ സി സി ഇസ് ദ ബെസ്റ്റ്. മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിച്ചോട്ടെ, ബട്ട് സൂര്യകിരൺ സി സി ഇസ് ദ ബെസ്റ്റ്, അത്രയേ ഉള്ളൂ. മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്നതല്ല, ഇൻ മൈ മൈൻഡ് ഐ എം ഓൾവേസ് ഗോണ ബി ദ ബെസ്റ്റ്. ഇത് ആക്ച്വലി നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക, സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റാർട്ട് തിങ്ക് ഓക്കെ യു ആർ ബെസ്റ്റ്, യു ആർ ബെസ്റ്റ്, യു ക്യാൻ ഡു എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ പിന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പോസിബിൾ ആവാൻ വേണ്ടി തുടങ്ങും. തുടക്കത്തിൽ റിസൾട്ട് ഒന്നും കാണൂല, ബട്ട് നൗ ഐ ഹവ് ബീൻ ഡൂയിങ് ദിസ് ഫോർ 1 വീക്ക് നൗ. എന്താണ് പിന്നെ രാവിലെ എണീച്ചോടെ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ 5:30 രാവിലെ എണീക്കില്ല. അന്നേരം വേറെ എന്തോ ഡിഫോൾട്ട് ആയിട്ട് അളാമാണ്. പക്ഷെ 5:40 ഞാൻ അളാം വെക്കും, 5:50 ഒരു അളാം വെക്കും. ഇത് എന്ന് പറയേണ്ടത് ഉറങ്ങിപ്പോകുന്നത് വീണ്ടും വീണ്ടും എന്ന് പറയുന്നത് എണീക്കേണ്ടിയിട്ടല്ല. ഐ മീൻ 5:30 എണീക്കാൻ പറ്റില്ല, 5:40 എണീക്കുക, അല്ലെങ്കിൽ 5:50 അങ്ങനല്ലാതെ 5:30 ഞാൻ കറക്റ്റ് എണീക്കും. 5:40 എൻ്റെ അളാമിന്റെ റിംഗ് ടോൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം ഈ കേട്ടോ, എനിക്ക് ഒന്നും കൂടി കേൾപ്പിച്ചു തരാം ഈ സംഭവം. My mind, I'm always the best. Whatever the people say or think, my mind, I'm always gonna be the best. Nobody. ഈ സാധനമാണ് എനിക്ക് രാവിലെ തന്നെ എന്ന് പറയേണ്ടത്. ഞാൻ രാവിലെ എണീച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഓഡിയോ കേട്ടോ, ഓക്കെ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഓക്കെ സൂര്യകിരൺ സി സി യു ആർ ദ ബെസ്റ്റ്. വീണ്ടും 5 അതപ്പോൾ ഞാൻ അലാം ഓഫ് ആക്കണം. വീണ്ടും അപ്പോൾ എന്താ ഈ പറഞ്ഞ ഒരു 5:50 പിന്നെയും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓക്കെ സൂര്യകിരൺ സി സി യു ആർ ദ ബെസ്റ്റ്, നോബഡി ക്യാൻ സ്റ്റോപ്പ് യു, യുവർ എന്താണ് ഇൻ യുവർ ദ ബോയ് യുവർ മൈൻഡ് ഓൾവേസ് ദ ബെസ്റ്റ്. ഇതിങ്ങനെ വീണ്ടും വീണ്ടും കേട്ട് ലാസ്റ്റ് ദി സൂര്യകിരൺ സി സി ബിക്കേം ദ ബെസ്റ്റ്. അത്രയും സംഭവിച്ചല്ലോ. അപ്പോൾ ഇതാണ് ആക്ച്വലി സെൽഫ് എഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ പരമാവധി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ എന്താണ് നിങ്ങൾ തന്നെ ഒരു പറഞ്ഞ വീഡിയോ ഇങ്ങനെ എന്താ പറയുക, ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ നല്ല കാര്യം പറയാം. എപ്പോഴും നമ്മൾ നെഗറ്റീവ് എല്ലാ കാര്യം പറയുന്നത്, വല്ലപ്പോഴൊക്കെ കുറച്ച് പോസിറ്റീവായിട്ട് കാര്യങ്ങളെല്ലാം പറയാം. എന്താണ് എന്നെ കൊണ്ട് ഇത് പറ്റും, അത് ഇംഗ്ലീഷിൽ പറയണമെന്നില്ല. ഞാനെന്താ പറയുക, നിങ്ങൾക്ക് കംഫർട്ടബിൾ ഉള്ള ലാംഗ്വേജ് പറഞ്ഞാൽ മതി. ഹിന്ദിയാണ് ഹിന്ദി, മലയാളമാണ് മലയാളം, സംതിങ് ദറ്റ് യു അണ്ടർസ്റ്റാൻഡ്. എന്താണ് എന്നെ കൊണ്ട് ഇത് പറ്റും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. എന്താണ് ഈ പറഞ്ഞ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഡിക്ഷണറിയിലില്ല. നിങ്ങൾ ക്രിയേറ്റിവിറ്റി കണക്കായിട്ട് മാറ്റാം. എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നിയ കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞു മാത്രം. എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ രീതിക്ക് മോഡിഫിക്കേഷൻ വരുത്താം. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് എണീച്ചതിൻ്റെ തൊട്ട ശേഷവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് വിൽ ഫൈനലി സ്റ്റാർട്ട് ടു ബിലീവ് ഓക്കെ ആൻഡ് ദിസ് മാൻ വാട്ട് ഈസ് സേയിങ് ഇസ് ട്രൂ. കാരണം അതിന് ശരി തെറ്റൊന്നുമില്ല. നിങ്ങൾ ചിലപ്പം ബെസ്റ്റ് ആയിരിക്കുമല്ലോ, പക്ഷേ നിങ്ങൾ ബെസ്റ്റാന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ വിചാരിക്കും എടാ എന്നാൽ പിന്നെ പറഞ്ഞാൽ ശരിയാണ്, ഇവൻ ബെസ്റ്റാണ്. അങ്ങനെ ഒരു തോന്നൽ വരും ബ്രെയിനിന്. കാരണം അതാണ് എൻ്റെ ഒരു ലിമിറ്റേഷൻ എന്നാണ് നമ്മൾ ആക്ച്വലി പറയാം. അതിന് ശരി തെറ്റ് മനസ്സിലാക്കാനുള്ള തിരിച്ചറിയില്ല. പക്ഷെ ഇത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ബി ദ ബെസ്റ്റ്, യു ക്യാൻ ബി ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഓൺ ദിസ് പ്ലാനറ്റ്. ഇതാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. സീ ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സെൽഫ് എഫർമേഷൻ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.